ഹായ് കൂട്ടുകാരെ, നമ്മുടെ മുറ്റത്തിൻ്റെ താഴെ ഈ മഞ്ഞൾക്കാടിനുള്ളിലായിട്ട് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടേ. നമുക്കൊന്ന് പോയി നോക്കാം. ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ റോട്ടിൽ വീഴും. നേരെ താഴെ റോഡാണേ. ഇത് കണ്ടോ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ ചെടിയുടെ കായ് പറിച്ച് കഴിച്ചിട്ടുണ്ട്. ഞൊട്ടാഞ്ഞൊടി എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ കൈ കൊണ്ട് ഞൊട്ടുമ്പോൾ അതങ്ങ് തെറിച്ച് വരും അതിൻ്റെ ഉള്ളിലെ കായ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ പേര് വീണത്. ഈ കായോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. കഴിക്കാനല്ല, ഈ കായ് ഈ ചെടിയൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അമ്മ പശുവിനെ കെട്ടാനോ വിറകെടുക്കാനോ ഒക്കെ പോയിട്ട് വരുമ്പോൾ ഈ കായ എവിടെ കണ്ടാലും അമ്മ പറിച്ചിട്ട് മുണ്ടിൻ്റെ മടിത്തുമ്പിൽ, അന്ന് മുണ്ടാണല്ലോ അമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന മുണ്ടാണ്, നൈറ്റിയൊന്നുമില്ല, സാരിയൊന്നുമല്ല, പണിയൊക്കെ എടുക്കുമ്പോൾ മുണ്ടും ബ്ലൗസൊക്കെ ആയിരിക്കും. അപ്പോൾ ആ മടിത്തുമ്പിൽ ഈ കായ ഉണ്ടാവും. ഇങ്ങനെ ഇഷ്ടംപോലെ പറിച്ചിട്ട് നമുക്ക് കൊണ്ട് തരും കേട്ടോ. ഇന്ന് അമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 45 വർഷം കഴിയുന്ന ദിവസമാണ്. അന്നെനിക്ക് 11-12 വയസ്സാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഞൊട്ടാഞ്ഞൊടിയൻ കായോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ്. അതുപോലെ തന്നെ കേട്ടോ, നമ്മുടെ പയർ എല്ലാ സമയത്തും അമ്മ പയർ നടും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും പയർ തന്നെ നടും. ചേമ്പിൻ്റെ ചുവട്ടിൽ പയർ നടും, കപ്പ നടുന്നതിൻ്റെ ചുവട്ടിൽ പയർ നടും, ഇഞ്ചി നടുമ്പം അതിലും പയർ നട്ട് കോല് കുത്തി കൊടുക്കും. അപ്പം ഈ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പയറും പൂ എന്തോ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇപ്പോൾ അത് കാണുമ്പോഴും എനിക്ക് അതേപോലെ തന്നെ ഓർമ്മ വരും കേട്ടോ. അമ്മയുടെ പുറകെ അന്ന് കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് ഈ പയറും പൂവിനോടും എന്തോ ഒരു മാനസികമായിട്ട് വല്ലാത്തൊരടുപ്പം. അതുകൊണ്ടാണ് ഞാനും എല്ലാ സമയത്തും ഇങ്ങനെ നടാവുന്ന സമയത്തൊക്കെ പയർ നട്ട് വയ്ക്കുവേ. പിന്നെ കൂണാണ് കേട്ടോ. കൂണ് നമ്മുടെ പറമ്പിൽ കുറേ കൂണുണ്ടാവുമായിരുന്നു. നല്ല കാപ്പിത്തോട്ടം, കശുമാവും തോട്ടം, അതിന് മുകളിലേക്ക് നിറയെ കരിവേപ്പില, അതിലൊക്കെ കൂണുണ്ടാവുമായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ അമ്മ പറയേ, കൊച്ചമ്മേ മോനെ പോയിട്ട് കൂണുണ്ടോയെന്ന് നോക്കിയേന്ന് പറയും. അപ്പോൾ ഞാൻ കുഞ്ഞിക്കൊടയൊക്കെ എടുത്തിട്ട് കാടും മേടും ഒക്കെ താണ്ടി നടന്ന് കൈ നിറയെ കൂണ് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂണ് പറിക്കാൻ നടന്നുകൊണ്ടിരുന്നത്. അല്ലാതെ എനിക്ക് കൂണ് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഇപ്പോഴും ഇല്ല, പണ്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മ പോയതിന് ശേഷം പറമ്പിൽ പോയപ്പോൾ കുറേ കൂണ് ഒരുമിച്ച് കണ്ടു. അപ്പോൾ ഞാൻ ആ കൂണിൻ്റെ അടുത്ത് നിലത്തിരുന്ന് കരഞ്ഞു, എന്തിനെന്നറിയാതെ. ഈ കൂണ് കൊണ്ട് കൊടുക്കാൻ വീട്ടിൽ അമ്മ ഇല്ലല്ലോ എന്നുള്ളൊരു വല്ലാത്ത സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 12 വയസ്സുകാരിയുടെ ആ ഒരു സങ്കടം ഇന്നും എൻ്റെ മനസ്സ് ആ 12 വയസ്സിന് മുകളിലേക്ക് വളർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇന്നും ആ കൊച്ചു കുട്ടിയെപ്പോലെ ഞാൻ ഈ പറമ്പിലൊക്കെ ഓടി നടക്കും.